എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിംഗിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഒരു വാഹനത്തെ എങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഓവർടേക്ക് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. ഒപ്പം തന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പേടി ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ എവിടെയാണ് നമ്മൾ വാഹനം ശരിയായ രീതിയിൽ ഓവർടേക്ക് ചെയ്യേണ്ടത്, ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം, പേടി മാറാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതുകൊണ്ട് വീഡിയോ ഒന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങൾ അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഞാൻ ഇത്തരത്തിലിടുന്ന ഡ്രൈവിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓവർടേക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയങ്ങളിൽ പരമാവധി ഓവർടേക്കിംഗ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ആകുന്നതിന് അനുസരിച്ച് മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് കൃത്യതയോടെ ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം ഇത് കൃത്യമായിട്ടൊരു ബാലൻസോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറയാം. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പരമാവധി വളവുകളിൽ, തിരിവുകളിൽ, ജംഗ്ഷനിൽ, തിരക്കുള്ള സാഹചര്യങ്ങളിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്നുള്ള ഒരു ക്ലിയർ വ്യൂ നമുക്ക് കിട്ടണം. അത് എപ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഓവർടേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിലായിരിക്കും. ഒരു കാരണവശാലും ഒരു വളവിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യരുത്. കാരണം വളവ് തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വണ്ടി വരുന്നത് നമുക്കൊരു പക്ഷെങ്കിൽ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി സ്ട്രെയിറ്റ് റോഡിൽ ഓവർടേക്ക് ചെയ്യുക. ഇത് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മുന്നിൽ ഒരു ഉദാഹരണം പറയാം, ഒരു ബസ് പോകുന്നു. ആ ബസ്സിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ ബസ്സിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒരുപാട് അടുത്ത് വന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഒരുപാട് അടുത്ത് വന്നാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ മുട്ടിയില്ല എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കയറി ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല. ഒപ്പം തന്നെ മുന്നിൽ പോകുന്ന ഒരു വാഹനത്തോട് ഒരുപാട് അടുത്താണ് ചേർന്ന് നമ്മൾ പോകുന്നതെങ്കിൽ പെട്ടെന്ന് അവരൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അവരുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇടിക്കും. അപ്പോൾ ഒരു സ്പേസ് ആണ് നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തേണ്ടത്. അപ്പോൾ സ്പേസ് കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വണ്ടിക്ക്, അതായത് നമ്മൾ ഒരു വണ്ടി ഓടിച്ചു പോകുന്നു, നമ്മുടെ മുന്നിൽ ഒരു വണ്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ഒരു സ്പേസ് കുറഞ്ഞ പക്ഷം ഇടുക. ആ ഒരു സ്പേസ് കുറഞ്ഞ പക്ഷം ഇട്ടതിന് ശേഷം നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം നമ്മളുടെ വാഹനത്തിൽ ഒന്ന് ഹോൺ അടിച്ചു കൊടുക്കുക. ഹോൺ അടിച്ചു കൊടുത്തതിന് ശേഷം മുന്നിലുള്ള വാഹനം, അതായത് മുന്നിൽ ഒരു ബസ് ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ഏത് വണ്ടി ആയിക്കോട്ടെ, അവർ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി വരുന്നുണ്ട്, നമ്മൾ ഹോൺ അടിച്ചു കൊടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊരു സിഗ്നൽ തരണം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബസ് ഡ്രൈവ് ചെയ്യുന്നവരായിക്കോട്ടെ, അവരൊക്കെ കൈകൊണ്ട് കാണിക്കുന്ന ചെറിയ ചെറിയ സിഗ്നലും ഉണ്ട്. ചുമ്മാ ഇങ്ങനെ കൈകൊണ്ട്, ഇതൊന്നും കറക്റ്റായിട്ട് നമ്മളൊരു വാഹനത്തെ കടത്തിവിടുന്ന സിഗ്നലല്ല, പക്ഷെങ്കിൽ അവർ കാണിക്കുന്ന ഒരു അടയാളം അതൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പ്രോപ്പർ സിഗ്നലൊന്നും ആരും തന്നെ കാണിക്കാറില്ല. അപ്പം അവർ കാണിക്കുന്ന സിഗ്നൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി വരുന്നില്ല എന്ന്. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ഇപ്പം നമ്മൾ വരുന്ന ഗിയർ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സമയത്താണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പോകുന്നത് ഒരു തേർഡ് ഗിയറിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ ടോർക്കുള്ള ഒരു ഗിയറിലേക്ക് വരും. ടോർക്കുള്ള ഗിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് കയറാൻ കഴിയും. ഒപ്പം തന്നെ നമ്മൾ കയറിപ്പോകുന്ന സമയത്ത് വണ്ടിയുടെ വേഗത ഒന്ന് കുറഞ്ഞാൽ പോലും നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് വണ്ടി നിന്നു പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം തേർഡിലാണ് പോകുന്നതെങ്കിൽ ഒരു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുക. റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്ററും കൂടെ കൊടുക്കുക. അതായത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് നമ്മൾ ഈ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് കാണിക്കാനാണ് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നത്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുന്നു. എന്നിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക, ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ കയറുന്നു. കയറി
മുന്നിൽ പോകുന്ന വാഹനത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടി കവർ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മുന്നിൽ ഇങ്ങനെ ഒരു വണ്ടി പോകുന്നു, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ ഇവിടുന്ന് ഇത്രയും സ്പേസ് ഇട്ട് നമ്മൾ ഇങ്ങനെ കയറുന്നു. ഇങ്ങനെ കയറി ഈ മുന്നിൽ പോകുന്ന വാഹനത്തെ നമ്മളിത് പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്നു. ഇങ്ങനെ കവർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കയറുക. അതായത് ഇല്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം, നമ്മൾ നേരത്തെയാണ് തിരിഞ്ഞു തുടങ്ങുന്നതെങ്കിൽ ഈ ഒരു വാഹനത്തെ നമ്മളിത് ഇങ്ങനെ തിരിഞ്ഞു കയറുമ്പോൾ ഇങ്ങനെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പൂർണ്ണമായിട്ട് ഈ വണ്ടിയെ കവർ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് നമ്മൾ ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. ശേഷം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് വീണ്ടും ഒരു തേർഡ് ഗിയറും കൂടെ ഇട്ട് നമുക്ക് വാഹനം മുന്നോട്ട് ഓടിച്ചു പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ. ഇനി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടി നമുക്ക് എങ്ങനെ മാറ്റാം? പേടി മാറാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ശീലമാക്കുക. അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്നതിൽ കുറേ കൂടെ മികച്ച രീതിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയണം. അതിന് ഓവർടേക്കിംഗ് അല്ല നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോർമൽ കണ്ടീഷനിൽ വണ്ടി ഓടിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള പേടി അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പേടിയും നമുക്ക് മാറിക്കിട്ടും. കാരണം തുടക്കത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ബാലൻസ് കിട്ടാത്തത് കൊണ്ടാണ് ഈ കാർ ഡ്രൈവിംഗ് എന്ന് പറയുന്ന പേടി നമുക്കുണ്ടാകുന്നത്. അപ്പം ആ പേടി മാറണമെന്നുണ്ടെങ്കിൽ റോഡിൽ നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു നല്ല മെത്തേഡിലേക്ക് നമ്മൾ പ്രാക്ടീസിലൂടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന പേടി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയുന്നതാണ്. ആ ഒരു പേടിയൊക്കെ മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലൊരു വണ്ടിയുണ്ട്, ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങളൊന്നും വരുന്നില്ല, ഒരു സ്ട്രെയിറ്റ് റോഡാണ്, നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ സ്വയമായിട്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാകും. കാരണം നമുക്ക് കയറി പോകാനായിട്ടുള്ള ആ ഒരു ആക്സിലറേഷൻ കൊടുത്ത് കയറാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും, ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. കയറി നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ഓവർടേക്ക് ചെയ്ത് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അത് നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ ആക്കിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് ഡെയിലി തന്നെ നിങ്ങൾ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു നമ്മളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്നതിനെ കുറിച്ച്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു തേർഡ് ഗിയറിൽ പോകുമ്പോൾ ഒരു മുന്നിൽ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോൾ ആ ഗിയറിൽ തന്നെ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയാം, ഒരു 35 കിലോമീറ്റർ വേഗതയിൽ നമ്മൾ കാല് കൊടുത്ത് വരികയാണ്, മുന്നിലൊരു വണ്ടി പോകുന്നു. അപ്പോൾ ആ മുന്നിൽ പോകുന്ന വാഹനത്തെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഹോൺ അടിച്ചു കൊടുക്കും. ഹോൺ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുന്നിൽ പോകുന്ന വാഹനം ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തന്നാൽ അവർ വണ്ടി സൈഡിലേക്കൊന്ന് ചെറുതായിട്ട് ഒതുക്കി തരും. ഒപ്പം തന്നെ അവരുടെ വാഹനത്തിൻ്റെ വേഗത ഒന്ന് കുറയ്ക്കും. അതായത് ആക്സിലറേഷൻ ചെറുതായിട്ടൊന്ന് അയച്ചു തരും. നമ്മുടെ വണ്ടി കയറി പോകാനായിട്ട് ആക്സിലറേഷൻ ഒന്ന് അയച്ചു തരും. ഇത് അയച്ചു തരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവരുടെ വണ്ടി ഒരു 40 കിലോമീറ്റർ വേഗതയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ വേഗത കുറഞ്ഞൊരു 30 കിലോമീറ്റർ വേഗതയിലേക്കായിരിക്കും വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ തേർഡ് ഗിയറിലിട്ട് തന്നെ തിരിഞ്ഞ് കയറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വണ്ടിക്കൊരു ബാലൻസ് കിട്ടാതെ വരും. അതായത് ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാതെ വരും. അതായത് നമ്മുടെ കൺട്രോളിനപ്പുറം വണ്ടി പോകുന്ന ഒരു ഫീൽ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത്, ഇപ്പോൾ ഉദാഹരണം പറയാം, തേർഡിലാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ കൂടെ ആ ഗിയറിൻ്റെ പിടുത്തം വരും. അതായത് വലിയ ഗിയറിൻ്റെ പിടുത്തം വരുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആയിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ട്, അതായത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് ഫീൽ ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുന്നിൽ പോകുന്ന വണ്ടി വേഗത കുറയ്ക്കുകയും നമ്മൾ പോകുന്ന വാഹനത്തിൻ്റെ ആക്സിലറേഷൻ കൊടുത്ത് വേഗത കൂട്ടുകയും ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ മുന്നിൽ പോകുന്ന വാഹനത്തെ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അത് സൈഡിൽ പോകുന്ന ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത കുറയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നത്. എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞ് കയറി കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോളും നല്ല രീതിയിലുള്ള ഒരു ബാലൻസും കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു 4th ഗിയറിലാണ് പോകുന്നതെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഓവർടേക്ക് ചെയ്യുക. തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഓവർടേക്ക് ചെയ്യുമ്പോഴും നമുക്ക് വണ്ടിക്ക് വേഗത നമുക്കൊരു കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഡൗൺ ചെയ്ത് കൊടുക്കണം. നമുക്ക് സാധാരണയൊക്കെ ഒട്ടുമിക്ക ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു 4th പോയി കഴിഞ്ഞാൽ തേർഡ് ഇടും, കാല് കൊടുത്ത് കയറും. ഇനി ഒരു 5th പോകുന്നതെങ്കിൽ ഡൗൺ ചെയ്ത് 4th കൊടുക്കും, വീണ്ടും ഒന്നും കൂടെ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇടും.
കാരണം ഏറ്റവും നല്ല ഒരു ഗിയർ എന്ന് പറയുന്നത് ഒരു 4th-ലും 5th-ലൊക്കെ പോകുമ്പോൾ തേർഡാണ് ബെറ്റർ. ഇനി തേർഡിലും പോകുന്ന സമയത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ നേരത്തെ ഏറ്റവും ബെറ്റർ സെക്കൻഡാണ്. ഫസ്റ്റ് ഗിയർ ഇട്ട് ആരും ഓവർടേക്ക് ചെയ്യാറില്ല. ഫസ്റ്റ് ഗിയർ ഇട്ട് ഓവർടേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഉദാഹരണം പറയാൻ, മുന്നിലൊരു ബസ് പോകുന്നു അല്ലെങ്കിൽ മുന്നിലൊരു വണ്ടി പോകുന്നു. ആ വണ്ടി ഇപ്പോൾ ബസ്സാണെന്ന് തന്നെ നിങ്ങൾ കരുതുക. ബസ് മുന്നിൽ നിർത്തി, ഒരു സ്റ്റോപ്പിൽ നിർത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്ത് കയറണം. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മുന്നിൽ വണ്ടി നിർത്തിയത് കൊണ്ട് സെക്കൻഡ് ഗിയറിൽ നമുക്ക് പിന്നെ മുന്നോട്ട് എടുക്കാൻ കഴിയത്തില്ല. കാരണം മുന്നിൽ പോകുന്ന വണ്ടി നിർത്തി, അപ്പം നമ്മുടെ വണ്ടി സ്ലോ ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നമുക്ക് കയറാനായിട്ട് കഴിയത്തുള്ളൂ. അത് വണ്ടി നിർത്തുന്ന സാഹചര്യത്തിലാണ് ചെയ്യുന്നത്. അല്ലാത്ത സിറ്റുവേഷനിൽ പരമാവധി ഒരു തേർഡ് ഗിയറോ സെക്കൻഡ് ഗിയറോ ഒക്കെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമാണെന്ന് ഒരു മെസ്സേജ് ഇടുക. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെന്ന് ഒരു മെസ്സേജ് ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.